ക്രെഡിറ്റ് കാർഡ് എന്നത് ഇപ്പോൾ വാങ്ങൂ പിന്നെ പണം തരാം എന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ്. ഈ ചെറിയ പ്ലാസ്റ്റിക് കാർഡ് ഒരു മാന്ത്രികവടി പോലെയാണ്. ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം എളുപ്പമാകും, തെറ്റായി ഉപയോഗിച്ചാലോ ഒരു തലവേദനയും. ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ മാജിക് 45 ദിവസം വരെ പലിശയില്ലാതെ പണം ഉപയോഗിക്കാമെന്നതാണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ കൃത്യമായ ഉപയോഗം നിങ്ങളുടെ സിബിൽ സ്കോർ ഉയർത്താനും സഹായിക്കുന്നുണ്ട്. 300 മുതൽ 900 വരെയുള്ള ഒരു സംഖ്യ, അത് നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യത്തിൻ്റെ ഒരു പൂർണ്ണ ചിത്രമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേർ നിങ്ങളുടെ ചുറ്റിലുമുണ്ടാവും. സിബിൽ സ്കോർ കുറവായതിൻ്റെ പേരിൽ മാത്രം ലോൺ ലഭിക്കാതെ പോയ പല ആളുകൾ. ഒന്നോർക്കുക, ക്രെഡിറ്റ് കാർഡും സിബിൽ സ്കോറും ഒരു കത്തി പോലെയാണ്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വെക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അതിൻ്റെ ഗുണവും ദോഷവുമാകാം. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നിങ്ങളുടെ പോക്കറ്റിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കണോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അതും പോട്ടെ, ക്രെഡിറ്റ് കാർഡ് എന്താണെന്നോ അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നോ നിങ്ങൾക്കറിയാമോ? കൂടെ ഈ സിബിൽ സ്കോർ എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ഒരു മാന്ത്രിക സംഖ്യയോ അതോ ഒരു പേടി സ്വപ്നമോ? ഇന്ന് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഒരു രസകരമായ യാത്ര പോവുകയാണ്. ക്രെഡിറ്റ് കാർഡും സിബിൽ സ്കോറും. ഈ വീഡിയോയിൽ ഇവയുടെ ഗുണവും ദോഷവും, എങ്ങനെ ഉപയോഗിക്കണം, എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്നെല്ലാം നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ കയ്യിലെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കാർഡ്, പക്ഷേ അതിൻ്റെ ശക്തി ഒട്ടും ചെറുതല്ല. ക്രെഡിറ്റ് കാർഡ് എന്നത് ഇപ്പോൾ വാങ്ങൂ പിന്നെ പണം തരാം എന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ്. ബാങ്ക് നിങ്ങൾക്ക് ഒരു തുക കടം തരുന്നു, നിങ്ങളത് പിന്നീട് തിരിച്ചടയ്ക്കുന്നു. പക്ഷേ ഇതിൻ്റെ മാജിക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഓൺലൈൻ ഷോപ്പിംഗ്, യാത്രാ ബുക്കിംഗ്, അടിയന്തര ആവശ്യങ്ങൾ, ഇതിനെല്ലാം ക്രെഡിറ്റ് കാർഡ് ഒരു സുഹൃത്തിനെ പോലെ നിങ്ങൾക്ക് കടം തന്ന് കൂടെയുണ്ട്. ക്യാഷ് ബാക്ക്, റിവാർഡ് പോയിന്റുകൾ, യാത്രാ ഇൻഷുറൻസ്, ഇതൊക്കെ നിങ്ങളുടെ ഈ ക്രെഡിറ്റ് കാർഡ് ജീവിതത്തിന് ഒരു പ്ലസ്സായി ലഭിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഇനി നമുക്ക് ഒരു പ്രധാന കാര്യത്തിലേക്ക് വരാം. ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഉപയോഗിക്കണം? ഈ ചെറിയ പ്ലാസ്റ്റിക് കാർഡ് ഒരു മാന്ത്രികവടി പോലെയാണ്. ശരിയായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം എളുപ്പമാകും, തെറ്റായി ഉപയോഗിച്ചാലോ ഒരു തലവേദനയും. അതിനാൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് നമുക്കിതിനെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തത്, ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഒരു വാങ്ങൽ മെഷീനല്ല. ഉദാഹരണത്തിന് ഒരു ഫോൺ കേടായാൽ അല്ലെങ്കിൽ ഒരു യാത്ര ബുക്ക് ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ ഷർട്ട് കൊള്ളാം, എന്നാൽ പിന്നെ വാങ്ങിക്കളയാം എന്ന രീതിയിലുള്ള ആഡംബരത്തിന് വേണ്ടി ഓരോന്നും സ്വൈപ്പ് ചെയ്താൽ പിന്നെ ബില്ല് കണ്ട് നിങ്ങളുടെ കണ്ണു തള്ളും. നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ചിലവാക്കാൻ സാധിക്കുന്ന രീതിയിലാണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ലതാനും. പിന്നെ ഉള്ളത് ബിൽ കൃത്യസമയത്ത് അടയ്ക്കുക എന്നുള്ളതാണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ മാജിക് 45 ദിവസം വരെ പലിശയില്ലാതെ പണം ഉപയോഗിക്കാമെന്നതാണ്. പക്ഷേ ബിൽ തീരുന്ന ദിവസം, അതായത് ഡ്യൂ ഡേറ്റിന് അത് മറക്കാതെ നമുക്ക് തിരിച്ചടക്കാൻ കഴിയണം. ഒരു ദിവസം വൈകിയാൽ പോലും 40% വരെ പലിശ വാങ്ങാം. മൂന്നാമത്തത്, ക്രെഡിറ്റ് ലിമിറ്റ് മറികടക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കാർഡിന് 1 ലക്ഷം രൂപയുടെ ലിമിറ്റ് ഉണ്ടെന്ന് കരുതുക. എല്ലാം ഒറ്റയടിക്ക് ചിലവാക്കരുത്. ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾ പറയുന്നത് 30% വരെ, അതായത് 30,000 രൂപ മാത്രം ഉപയോഗിക്കണമെന്നാണ്. ഇത് നിങ്ങളുടെ സിബിൽ സ്കോർ ഉയർത്താനും കടം കുറയ്ക്കാനും സഹായിക്കും. പിന്നെയുള്ളത് ഓൺലൈൻ ഉപയോഗങ്ങളാണ്. സുരക്ഷിതമായി ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ വിശ്വസനീയമായ വെബ്സൈറ്റുകൾ മാത്രം തിരഞ്ഞെടുക്കുക. OTP അഥവാ വൺ ടൈം പാസ്വേഡ് വന്നാൽ മാത്രം പണം അടയ്ക്കുക. പിന്നെ ഒരു കാര്യം, കാർഡ് നമ്പർ ആർക്കും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. തട്ടിപ്പുകൾ എപ്പോഴും നിങ്ങളുടെ ചുറ്റിലും കാത്തിരിക്കുന്നുണ്ട്. അഞ്ചാമത്തേത്, റിവാർഡുകൾ പരമാവധി ഉപയോഗിക്കുക. നിങ്ങളുടെ കാർഡ് ഓഫർ ചെയ്യുന്ന ക്യാഷ് ബാക്ക്, റിവാർഡ് പോയിന്റുകൾ, ഇതൊക്കെ ഒരു ബോണസാണ്. ഉദാഹരണത്തിന് ഒരു സുഹൃത്ത് പെട്രോൾ അടിക്കാൻ കാർഡ് ഉപയോഗിച്ച് മാസാവസാനം 500 രൂപ ക്യാഷ് ബാക്ക് കിട്ടി. ചെറിയ കാര്യമാണെങ്കിലും ഇത് ഒരു സന്തോഷമല്ലേ? അതുപോലെ തന്നെ ആറാമത്തത്, സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ്. എല്ലാ മാസവും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കുക. നിങ്ങൾ ചെലവഴിച്ചതല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ ബാങ്കിനെ അറിയിക്കുക. പിന്നെയുള്ളത്, ക്യാഷ് പിൻവലിക്കൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ കാർഡിൽ നിന്ന് ATM-ൽ പണം പിൻവലിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത് ഒരു വലിയ കെണിയാണ്. ആദ്യ ദിവസം മുതൽ പലിശ വരും, പിന്നെ അധിക ഫീസും. ഇത് ഒഴിവാക്കിയാൽ നിങ്ങളുടെ പോക്കറ്റ് സുരക്ഷിതമായിരിക്കും. ക്രെഡിറ്റ് കാർഡിൻ്റെ കൃത്യമായ ഉപയോഗം നിങ്ങളുടെ സിബിൽ സ്കോർ ഉയർത്താനും സഹായിക്കുന്നുണ്ട്. ഇനി സിബിൽ സ്കോർ എന്ന മാന്ത്രിക സംഖ്യയെക്കുറിച്ച് നോക്കാം. 300 മുതൽ 900 വരെയുള്ള ഒരു സംഖ്യ, അത് നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യത്തിൻ്റെ ഒരു പൂർണ്ണ ചിത്രമാണ്. ബാങ്കുകൾ, ലോൺ കമ്പനികൾ എല്ലാവരും ഈ സ്കോർ നോക്കിയാണ് നിങ്ങളെ വിശ്വസിക്കുന്നത്. ഉയർന്ന സിബിൽ സ്കോർ 750 മുകളിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലോണുകൾ ലഭിക്കാൻ സഹായിക്കും. പലിശ കുറവുമായിരിക്കും. ഇതൊരു ഗുഡ് ബോയ് സർട്ടിഫിക്കറ്റ് പോലെയാണ്. പക്ഷേ ഒരു തവണ പണം തിരിച്ചടവ് മുടങ്ങിയാൽ സ്കോർ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ലോണോ വീടോ ഒക്കെ സ്വപ്നമായി മാറുകയും ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേർ നിങ്ങളുടെ ചുറ്റിലുമുണ്ടാവും. സിബിൽ സ്കോർ കുറവായതിൻ്റെ പേരിൽ മാത്രം ലോൺ ലഭിക്കാതെ പോയ പല ആളുകൾ. ഇവ രണ്ടിനും വിമർശനങ്ങളുണ്ട്. അതായത് സിബിൽ സ്കോറിനായാലും ക്രെഡിറ്റ് കാർഡിനായാലും. ക്രെഡിറ്റ് കാർഡ് ഇത് ആളുകളെ കടക്കണിയിലേക്ക് തള്ളിവിടുന്നുവെന്ന് പലരും പറയും. ഇപ്പോൾ വാങ്ങൂ പിന്നെ കഷ്ടപ്പെടൂ എന്ന രീതിയിൽ ചിലരെങ്കിലും കളിയാക്കാറുണ്ട്. ഇനി എങ്ങനെ ഈ രണ്ടും ഗുണകരമാക്കാം എന്നുള്ളതാണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ആഡംബരത്തിന് വേണ്ടിയല്ല. ബിൽ എപ്പോഴും കൃത്യസമയത്ത് അടയ്ക്കുക. പലിശ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ 30% മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് സിബിൽ സ്കോർ ഉയർത്താൻ സഹായിക്കുമെന്നാണ് എക്സ്പേർട്ടുകൾ പറയുന്നത്.
സിബിൽ സ്കോറിൻ്റെ കാര്യത്തിൽ എല്ലാ മാസവും നിങ്ങൾ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക. തെറ്റുകൾ കണ്ടാൽ ഉടൻ തിരുത്താൻ ശ്രമിക്കുക. പഴയ കടങ്ങൾ തീർക്കുക. ഇത് നിങ്ങളുടെ സ്കോർ വളരെ വേഗം കൂട്ടും. നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് ചെറിയ തുക വാങ്ങി അത് പെട്ടെന്ന് തിരിച്ചെടുത്താൽ സിബിൽ സ്കോർ നിങ്ങളുടെ മെച്ചപ്പെടും. ചിലർക്കെങ്കിലും തോന്നുന്ന ഒരു ചോദ്യമാണ്, ഇത് രണ്ടും എന്തിനാണ് നമുക്ക്? ഒരു അടിയന്തര സാഹചര്യം, ആശുപത്രി ബിൽ അല്ലെങ്കിൽ ഒരു യാത്ര, അവിടെ ക്രെഡിറ്റ് കാർഡ് ഒരു രക്ഷകനാണ്. പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് ചരിത്രം നല്ലതാണെങ്കിൽ വലിയ ലോണുകളൊക്കെ എളുപ്പത്തിൽ ലഭിക്കുകയും ചെയ്യും. വീട്, കാറ് തുടങ്ങിയ എന്തും നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒന്നോർക്കുക, ക്രെഡിറ്റ് കാർഡും സിബിൽ സ്കോറും ഒരു കത്തി പോലെയാണ്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വെക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അതിൻ്റെ ഗുണവും ദോഷവുമാകാം. ഇതൊരു ഉപകാരമാണ് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മെച്ചപ്പെടുത്താൻ. പക്ഷേ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.